ഹലോ ക്ലാസ് 9 CBSE സ്റ്റുഡൻസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആറ്റമിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. യു നോ ദാറ്റ് ആറ്റം സ്ട്രക്ചറിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഫ്രം ദ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. അതായത് ആദ്യമായിട്ട് ആറ്റമിന് ഒരു സ്ട്രക്ചർ, ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത് ആരാണ്? നമ്മുടെ തോംസൺ ആണ്, ജെ തോംസൺ അല്ലേ. സോ ജെ തോംസൺസ് മോഡൽ ഓഫ് ആറ്റവും അതിനുശേഷം വന്ന റൂദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റവുമാണ് മിസ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഈസി. നിങ്ങളിത് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. അതായത് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മിസ് തോംസൺസ് മോഡലിനെ കുറിച്ച് പറയുമ്പോഴും റൂദർഫോർഡ്സ് മോഡലിനെ കുറിച്ച് പറയുമ്പോഴും നിങ്ങളത് എന്ത് ചെയ്യണം? ഇമാജിൻ ചെയ്യണം, നിങ്ങളത് വിഷ്വലൈസ് ചെയ്യണം. അങ്ങനെ ആയിരിക്കണം ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ മിസ് തോംസൺസ് മോഡൽ ഓഫ് ആറ്റത്തിനെ കുറിച്ച് പറയാം. തോംസൺസ് മോഡലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തോംസൺ ആക്ച്വലി ഇലക്ട്രോൺസിനെ ഡിസ്കവർ ചെയ്തത് ജെ തോംസൺ ആണ്. അപ്പോൾ ഈ ഇലക്ട്രോൺസിനെ ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ജെ തോംസന് മനസ്സിലായി, അതായത് ഒരു ആറ്റം എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രൽ ആയിട്ടാണ് അല്ലേ ഇരിക്കുന്നത്. ഒരു ആറ്റം ന്യൂട്രൽ ആണ്, അതായത് അതിന് നെഗറ്റീവ് ചാർജ് മാത്രമല്ല ഉള്ളത്, അതിന് എന്തുണ്ട്? ഈക്വൽ എമൗണ്ട് ഓഫ് പോസിറ്റീവ് ചാർജും ഉണ്ട്. സോ ജെ തോംസൺ പുട്ട് ഫോർവേഡ് എ മോഡൽ. ആ മോഡലിനെ നമ്മൾ പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർമെലൺ മോഡൽ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അതായത് ഇത്രയേ ഉള്ളൂ. തോംസൺ ഉദ്ദേശിച്ചത് ഇതാണ്, ഒരു ആറ്റം എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സ്ഫിയർ ആണ്. ഓക്കെ, അതായത് ഇത് ഫുൾ എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, ഇങ്ങനെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സ്ഫിയറിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എന്താകാണ്? എംപഡ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇലക്ട്രോൺസ് ആർ എംപഡഡ് ഇൻസൈഡ് ദ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ. ആൻഡ് ഇതാണ് ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്നാണ് ആര് പറഞ്ഞത്? ജെ തോംസൺ പറഞ്ഞത്. അപ്പൊ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വഴിയുണ്ട്. എന്ത് ചെയ്താൽ മതി? വാട്ടർമെലനെ കൺസിഡർ ചെയ്യുക. എന്താണ് വാട്ടർമെലൻ? കണ്ടില്ലേ, ഇതാണല്ലേ ഒരു വാട്ടർമെലൻ. അപ്പൊ ഈ വാട്ടർമെലന്റെ ഈ ഒരു റെഡ് പാർട്ടില്ലേ, ഈ ഒരു റെഡ് പാർട്ട് നമ്മൾ കഴിക്കുന്ന ആ ഒരു റെഡ് പാർട്ട് പോസിറ്റീവ് പാർട്ടാണെന്നാണ് ആര് കൺസിഡർ ചെയ്തത്? നമ്മുടെ ജെ തോംസൺ കൺസിഡർ ചെയ്തത്. അതായത് ഇത് പ്രോട്ടോൺ അല്ലേ, പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ, ഇതിന് പ്രോട്ടോൺ ആയിട്ടും ഇതിനകത്തുള്ള ഈ സീഡ്സിന് എന്താണ്? ഇലക്ട്രോൺ ആയിട്ടുമാണ് ആര് കൺസിഡർ ചെയ്തത്? ജെ തോംസൺ കൺസിഡർ ചെയ്തത്. അതുപോലെയാണ് ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പുഡിംഗ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഉള്ള പ്ലം എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസും ആ ഒരു പുഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടോണുമാണെന്നാണ് ജെ തോംസൺ പറഞ്ഞത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലായിരുന്നു എന്ത്? ആരുടെ? ജെ തോംസന്റെ അറ്റോമിക് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ രണ്ട് പോസ്റ്റുലേറ്റ്സ് ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അതായത് അക്കോർഡിംഗ് ടു തോംസൺസ് മോഡൽ ഓഫ് an atom consists of a positively charged sphere. ഇതാണ് കീവേഡ് കേട്ടോ. എന്താണ്? ഒരു ആറ്റത്തിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സ്ഫിയർ ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോൺസ് ആർ എംപെഡഡ് ഇൻ ഇറ്റ്. അതിനകത്ത് ഇതുപോലെ എന്താണ്? ഇലക്ട്രോൺസ് എംബഡ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഓൾസോ വാട്ട്? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈക്വൽ ആണെന്നും ആര് പറയുന്നുണ്ട്? ജെ തോംസൺ പറയുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. The negative and positive charges are equal in magnitude, so the atom as a whole is electrically neutral. വളരെ സിമ്പിൾ അല്ലേ? എന്താണ്? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആണ്. ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 2 ആണ്. ഒരു -2 ചാർജ് ആണ് ആറ്റത്തിനുള്ളതെങ്കിൽ എന്താ? പോസിറ്റീവ് ചാർജ് എത്ര തന്നെയായിരിക്കും? 2 തന്നെയായിരിക്കും. പക്ഷെ എന്താ? സൈനിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അതെന്തായിരിക്കും? +2 ആയിരിക്കും. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ ചാർജ് അല്ലെ, സൈൻ മാത്രം എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് ജെ തോംസൺ പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് ആണ് നിങ്ങൾ ഓർത്തിരിക്കുന്നത്. എന്താണ്? ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് an atom consists of a positively charged sphere and what? Electrons are embedded in it. And the negative and positive charges are equal in magnitude, so the atom as a whole is electrically neutral. As a whole എന്താണ്? ഒരു ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്നാണ് തോംസൺ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ കീപ്പ് ചെയ്ത് വെക്കുക. അതായത് നിങ്ങൾ മൈൻഡിൽ ഇങ്ങനെ വെക്കുക, യെസ്, ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ ഇങ്ങനെയൊക്കെയാണെന്നാണ് തോംസൺ സജസ്റ്റ് ചെയ്തത്. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക.
അത് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ റൂദർഫോർഡ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, ആരാണ്? റൂദർഫോർഡ്. അപ്പൊ റൂദർഫോർഡ് എന്താ ചെയ്തത്? റൂദർഫോർഡിന്റെ മൈൻഡിൽ ഓക്കെ ജെ തോംസൺസ് ആറ്റമിക് മോഡലാണ് മൈൻഡിലുള്ളത്, അത് തെറ്റാണെന്നൊന്നും റൂദർഫോർഡ് പറഞ്ഞിട്ടില്ല. ആ ഒരു കോൺസെപ്റ്റ് മൈൻഡിൽ വെച്ചിട്ട് തന്നെ റൂദർഫോർഡ് എന്ത് ചെയ്തു? ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. ആൻഡ് ആ ഒരു എക്സ്പെരിമെന്റ് ആണ് എന്ത്? ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. എന്താണ്? ആൽഫ പാർട്ടിക്കിളിനെ സ്കാറ്റർ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് റൂദർഫോർഡ് കണ്ടക്ട് ചെയ്തത്. അപ്പൊ എന്താ മക്കളെ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പീഷിയാണ്. എന്താണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സ്പീഷിയാണ്. ലേറ്റർ ഇറ്റ് വാസ് ഡിസ്കവേർഡ് ദാറ്റ് അതെന്ന് പറയുന്നത് ഒരു ഡബ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഹീലിയം അയോൺ ആണ്. ഓക്കെ, അതിനോട് ഈക്വൽ ആണ് എന്ത്? ഒരു ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു ഡബ്ലി ചാർജ്ഡ് ഹീലിയം അയോൺ. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ആൽഫ പാർട്ടിക്കിളിനെ ജനറേറ്റ് ചെയ്യുക. ഇനി വേ യു ക്യാൻ ക്രിയേറ്റ് ആൻ ആൽഫ പാർട്ടിക്കിൾ, അല്ലെ? ആ ഒരു ആൽഫ പാർട്ടിക്കിളിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ആൽഫ പാർട്ടിക്കിളിനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ആൽഫ പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യുക? ഒരു തിൻ ഗോൾഡ് ഫോയിലൂടെ പാസ് ചെയ്യിപ്പിക്കും. ഇതാണ് റൂദർഫോർഡ് ചെയ്തത് കേട്ടോ. എന്താണ്? ഗോൾഡിന്റെ ഒരു തിൻ ഫോയിൽ. എന്തുകൊണ്ടായിരിക്കും ഗോൾഡ് ചൂസ് ചെയ്തത്? കാരണം ഗോൾഡ് നിങ്ങൾ ചെറിയ ക്ലാസ്സസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഗോൾഡ് ഇസ് എ ഹൈലി മാല്യബിൾ, അല്ലേ? മാല്യബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വളരെ തിൻ ഷീറ്റ് ആക്കി മാറ്റാൻ പറ്റിയ ഒരു മെറ്റലാണ് ഗോൾഡ് എന്ന് പറയുന്നത്. പിന്നെ ഗോൾഡ് അത്ര റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലൊന്നുമല്ല. ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം റൂദർഫോർഡ് എന്ത് ചെയ്തത്? ഗോൾഡിന്റെ ഫോയിൽ എടുത്തത്, വേറെ മെറ്റൽസ് ഒന്നും ചൂസ് ചെയ്യാതെ. അപ്പോൾ അങ്ങനെ ഗോൾഡിന്റെ വളരെ തിൻ ഷീറ്റ്, വളരെ തിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1000 ആറ്റംസ് ഒക്കെ ഇതിലുള്ളൂ. അത്രയും ചെറിയൊരു ഗോൾഡ് ഫോയിലാണ് റൂദർഫോർഡ് എടുത്തത്. എന്നിട്ട് എന്ത് ചെയ്തു? അതിലൂടെ നമ്മുടെ ആൽഫ പാർട്ടിക്കിളിനെ കടത്തിവിട്ടു. ഓക്കെ, കടത്തിവിട്ടു. അത്രയും നിങ്ങൾ ചിന്തിച്ചാൽ മതി. എന്ത് ചെയ്തു? ആൽഫ പാർട്ടിക്കിളിനെ അതിലൂടെ കടത്തിവിട്ടു. അപ്പോൾ മക്കളെ നിങ്ങൾ ജെ തോംസൺസ് മോഡലിലേക്ക് ജസ്റ്റ് ഒന്ന് പോയിക്കേ. ജെ തോംസൺസ് മോഡൽ അനുസരിച്ച് ഒരു ആറ്റം എന്ന് പറയുന്നത് എന്താ? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സ്ഫിയർ ആണല്ലേ? അതൊരു സ്ഫിയർ ആണ്. അതായത് അതിൽ എന്തില്ല? എംപ്റ്റി സ്പേസുകളോ ഹോളുകളോ ഒന്നുമില്ല, അല്ലെ? ഒരു ഡെൻസ് മാസ് പോലെ തന്നെയാണ് അത് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഗോൾഡിന്റെ ആറ്റംസ് അല്ലേ ഇതിൽ ഫുൾ ഉള്ളത്? അല്ലേ മക്കളെ? ഒരു സ്പേസും ഒരു ഗ്യാപ്പും ഇല്ലാതെ അങ്ങനത്തെ ആറ്റംസ് കൊണ്ട് ഫില്ലായിരിക്കുമല്ലോ ഈ ഒരു ഗോൾഡ് ഫോയിൽ. അതെ, അങ്ങനെ. അപ്പോൾ റൂദർഫോർഡിന്റെ മൈൻഡിൽ അതെ അങ്ങനെയാണ്. ജെ തോംസൺസ് മോഡൽ അനുസരിച്ച് ഒരു ആറ്റം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബോൾ എടുത്തിട്ട് വാളിലേക്ക് എറിയുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ബോൾ തിരിച്ചു വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആംഗിളിൽ എന്ത് ചെയ്യും? അത് മൂവ് ചെയ്ത് പോകും, അല്ലേ? മീൻസ് എനിവേ ഇറ്റ് വിൽ കം ബാക്ക്. അതൊരിക്കലും വാളിലൂടെ അപ്പുറത്തെ സൈഡിലേക്ക് പോകത്തില്ല. ബിക്കോസ് എന്തില്ല വാളിൽ? ഹോൾസ് ഇല്ല. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇതിൽ എവിടെയും ഗ്യാപ്പില്ല, ആറ്റത്തിന് എംപ്റ്റി സ്പേസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്ത് ചെയ്യണമായിരുന്നു? ഈ ഒരു ആൽഫ പാർട്ടിക്കിള് തിരിച്ച് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യണമായിരുന്നു. ദിസ് വാസ് വാട്ട് എന്താ പറയുക, അങ്ങനെയാണ് എക്സ്പെക്റ്റ് ചെയ്തത്. ആര്? നമ്മുടെ റൂദർഫോർഡ് എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷെ കോൺട്രഡിക്റ്റിംഗ് ടു ദാറ്റ്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് റൂദർഫോർഡിന് കിട്ടിയത്. അതായത് റൂദർഫോർഡ് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റൂദർഫോർഡ് പാസ് ചെയ്ത മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്തു? ഈ ഗോൾഡ് ഫോയിലൂടെ പാസ് ചെയ്തു പോയി. മനസ്സിലായോ? അപ്പം ഇങ്ങനെ ഒരു സിങ്ക് സൾഫൈഡിൻ്റെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ഇവിടെ ഫ്ലൂറസൻസ്, അല്ലേ? ആ ഒരു കളർ കിട്ടും. അതായത് പാസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മനസ്സിലായി എന്ത്? മോസ്റ്റ് ഓഫ് ദ ഫാസ്റ്റ് മൂവിങ് ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് സ്ട്രേറ്റ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിതൗട്ട് എനി ഡിഫ്ലക്ഷൻ. ഗോൾഡ് ഫോയിലൂടെ എന്ത് ചെയ്തു? കൂടുതൽ ആൽഫ പാർട്ടിക്കിൾസും കടന്നുപോയി. അപ്പം ആ ഒരു ഒബ്സർവേഷനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? ജെ തോംസൺസ് മോഡൽ തെറ്റാണ്. കാരണം ജെ തോംസൺസ് മോഡൽ അനുസരിച്ച് ഒരു ആറ്റത്തിൽ എന്തില്ല? എംപ്റ്റി സ്പേസസ് ഒന്നും ഇല്ല, അല്ലേ? പിന്നെ എംപ്റ്റി സ്പേസസ് ഇല്ലാതെ എങ്ങനെയാണ് ആൽഫ പാർട്ടിക്കിൾസിന് ആറ്റത്തിലൂടെ കടന്നു പോകാൻ പറ്റുക, അല്ലേ? അപ്പം അതൊരു ക്വസ്റ്റ്യൻ ആയി. അപ്പോൾ ഫസ്റ്റ് ഒബ്സർവേഷൻ ഇതായിരുന്നു, മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിതൗട്ട് എനി ഡിഫ്ലക്ഷൻ. അത് കഴിഞ്ഞ് രണ്ടാമത് വന്നത് ഇങ്ങനെയാണ്, സം ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് വർ ഡിഫ്ലക്റ്റഡ് ബൈ ദ ഫോയിൽ ബൈ സ്മോൾ ആംഗിൾസ്. പിന്നെ റൂദർഫോർഡ് നോക്കിയപ്പോൾ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് സ്ട്രെയിറ്റ് ലൈനായിട്ട് പാസ് ചെയ്യാതെ ചെറിയ ആംഗിളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചെറിയൊരു ആംഗിളിലൊക്കെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ കണ്ടില്ലേ? ഇതുപോലെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് മനസ്സിലായി ഒരു ആറ്റത്തിൽ എന്തൊക്കെയോ പ്രസൻ്റ് ആണ്.
isn't it? അല്ലേ? അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ഒബ്സർവേഷൻ. നമ്മൾ കൺക്ലൂഷനിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒബ്സർവേഷൻ എന്തായിരുന്നു? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിതൗട്ട് എനി ഡിഫ്ലക്ഷൻ. രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് വെരി ഫ്യൂ ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റഡ് ഇൻ സ്മോൾ ആംഗിൾസ്. ചെറിയ ആംഗിളിൽ ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്തു. അതിൻ്റെ റീസൺ നമ്മൾ പറയും. ഇനി finally, surprisingly, 1 out of every 12,000 particles appear to rebound. അതായത് വളരെ ഫ്യൂ, അതായത് 12,000 ആൽഫ പാർട്ടിക്കിൾസ് കടന്നു പോയാൽ അതിൽ ഒരാൾ മാത്രം എന്ത് ചെയ്തു? ഡിഫ്ലക്ട് ബാക്ക് 180 ഡിഗ്രിയിൽ, അതായത് പോയ ഡയറക്ഷനിൽ തന്നെ ഇതുപോലെ എന്ത് ചെയ്തു? തിരിച്ചു വന്നു. മനസ്സിലായോ? തിരിച്ച് അതേപോലെ തന്നെ തിരിച്ച് ഡിഫ്ലക്ട് ചെയ്തു. അപ്പോൾ ഇതെന്താണ്? ഇത് വളരെ കുറവാണ്. 1 out of 12,000 ആണ് ഇതുപോലെ എന്ത് ചെയ്തത്? ബൗൺസ് ബാക്ക് ചെയ്തത്. അപ്പോൾ ഇത് മൂന്നുമാണ് ഒബ്സർവേഷൻ. റൂദർഫോർഡ്സ് മോഡലിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് പഠിക്കണം. അതിനുശേഷം അതിൻ്റെ ഒബ്സർവേഷൻ എന്താണെന്ന് പഠിക്കണം. പിന്നെ ആ ഒബ്സർവേഷനിൽ നിന്ന് റൂദർഫോർഡ് ഡെവലപ്പ് ചെയ്തെടുത്ത കൺക്ലൂഷൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കണം. ഫൈനലി പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കണം. ഇത്രയുമാണ് റൂദർഫോർഡ്സ് മോഡലിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടത്. അത് കഴിഞ്ഞ് റൂദർഫോർഡ് മോഡൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി 100% കറക്റ്റ് ആയിട്ടുള്ള ഒരു മോഡലല്ല. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷനും നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് 3 ഒബ്സർവേഷൻസ് റൂദർഫോർഡ് കണ്ടത്. അപ്പോൾ ഈ ഒബ്സർവേഷനിൽ നിന്ന് റൂദർഫോർഡ് ഡെവലപ്പ് ചെയ്തെടുത്ത കൺക്ലൂഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ദ ആറ്റം ഇസ് എംപ്റ്റി because most of the alpha particles passed through the gold foil without getting deflected. അപ്പോൾ എന്താണ്? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിതൗട്ട് എനി ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു ആറ്റത്തിൽ കൂടുതലുമുള്ളത് എന്താണ്? എംപ്റ്റി സ്പേസസ് ആണ്. ഓക്കെ, ഒരു ആറ്റത്തിൽ കൂടുതലായിട്ടുള്ളത് എന്താണ്? എംപ്റ്റി സ്പേസസ് ആണ്. സോ അതാണ് ഫസ്റ്റത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ആൻ ആറ്റം ഇസ് എംപ്റ്റി. മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ആൻ ആറ്റം ഇസ് എംപ്റ്റി. അത് എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്തത്? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിതൗട്ട് എനി ഡിഫ്ലക്ഷൻ. ഇനി രണ്ടാമത്തേത് എന്തായിരുന്നു? ഫ്യൂ ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റഡ് ഇൻ സ്മോൾ ആംഗിൾസ്. അല്ലേ? ചെറിയ ആംഗിളിൽ ഇതുപോലെ എന്ത് ചെയ്തു? ചിലവർ ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെരി ഫ്യൂ. അപ്പോൾ അങ്ങനെ ഡിഫ്ലക്ഷൻ നടക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അല്ലേ? ആൽഫ പാർട്ടിക്കിൾസിന് എന്താ ഉള്ളത്? ഒരു പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് മറ്റൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആളുടെ അടുത്ത് കൂടെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു റിപ്പൽഷൻ ഉണ്ടാകും. അല്ലേ? അങ്ങനെ ഒരു റിപ്പൽഷൻ വന്നു കഴിയുമ്പോഴാണ് ഈ ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ വെരി ഫ്യൂ പാർട്ടിക്കിൾസ് were deflected from their path, which indicated that positive charge of the atom occupies very little space. അപ്പോൾ വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസേ അങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്തുള്ളൂ. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? വളരെ കുറച്ച് സ്പേസിൽ മാത്രമേ പോസിറ്റീവ് ചാർജ് ഉള്ളൂ ഒരാറ്റത്തിൻ്റെ വളരെ ചെറിയൊരു സ്പേസിൽ എന്തുള്ളൂ? പോസിറ്റീവ് ചാർജ് ഉള്ളൂ. അപ്പോൾ ആ പോസിറ്റീവ് ചാർജിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോഴായിരുന്നു എന്ത് സംഭവിച്ചത്? ഈ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായത്. ഇനി a very small fraction of alpha particles were deflected by 180 degree, indicating that all the positive charge and mass of the gold atom were concentrated in a very small volume within the atoms. അതായത് നമ്മൾ പറഞ്ഞല്ലേ surprisingly 1 out of 12,000 alpha particles were deflected back in 180 degree. അതാരാണ്? ഈ ആൽഫ പാർട്ടിക്കിൾസ് which എന്താ ഗെറ്റ് ഡിറക്റ്റ് കൊളീഷൻ, അല്ലേ? ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ന്യൂക്ലിയസുമായിട്ട് ആ ഒരു പോസിറ്റീവ് ചാർജുമായിട്ട് കൊളൈഡ് ചെയ്ത ആൽഫ പാർട്ടിക്കിൾസ് ആണ് എന്ത് ചെയ്തത്? 180 ഡിഗ്രിയിൽ ബൗൺസ് ബാക്ക് ചെയ്തത്. അപ്പോൾ അത് വളരെ കുറവാണ്. വെരി സ്മോൾ ഫ്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒബ്സർവേഷൻസിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ആൻ ആറ്റം ഇസ് എംപ്റ്റി ആൻഡ് പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ മാസ് ഓഫ് ആൻ ആറ്റം ഇസ് കോൺസെൻട്രേറ്റഡ് ഇൻ എ വെരി സ്മോൾ റീജിയൻ. അല്ലേ? വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ എന്തുള്ളൂ? പോസിറ്റീവ് ചാർജ് ഉള്ളൂ എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ ആ ഒരു കൺക്ലൂഷനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഒബ്സർവേഷൻ എന്താണെന്ന് മനസ്സിലായി, കൺക്ലൂഷൻ നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നുണ്ടെന്ന് മിസ് വിചാരിക്കുന്നു. അപ്പോൾ ഒബ്സർവേഷൻ എന്താണെന്ന് മനസ്സിലായി, കൺക്ലൂഷൻ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഒബ്സർവേഷനിൽ നിന്നും കൺക്ലൂഷനിൽ നിന്നും ഫൈനലി റൂദർഫോർഡ്സ് മോഡൽ ഓഫ് ആൻ ആറ്റം ഡെവലപ്പ് ചെയ്തു. അതിൻ്റെ ഒരു തിയറി ഡെവലപ്പ് ചെയ്തു. ആൻഡ് it was like this. There is a positively charged center in an atom called the nucleus. Nearly all the mass of an atom resides in the
ന്യൂക്ലിയസ്. അപ്പൊ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്? ഒരു ആറ്റത്തിന് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സെന്റർ ഉണ്ട്. ആൻഡ് ആ ഒരു സെന്ററിലാണ് എന്ത് മോസ്റ്റ് ഓഫ് ദ മാസ് ഓഫ് ആൻ ആറ്റവും ഒക്യുപ്പൈ ചെയ്യുന്നത്. കാരണം ബാക്കി സ്പേസ് ഒക്കെ എന്താണ്? എം ടി ആണ് അല്ലേ? അപ്പൊ മോസ്റ്റ് ഓഫ് ദ മാസ് ഓഫ് ആൻ ആറ്റവും എവിടെ തന്നെയാണുള്ളത്? ആ ഒരു സെന്റർ പോർഷനിലാണുള്ളത്. ആൻഡ് അതിനൊരു പേരും കൊടുത്തു. ആ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ആ ഒരു പാർട്ടിന് ഒരു പേരും കൊടുത്തു. എന്താണ് the name? ന്യൂക്ലിയസ്. എന്താ കൊടുത്തത്? ന്യൂക്ലിയസ്. അപ്പോൾ ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ജെ തോംസൺസ് മോഡലിൽ ഇല്ലായിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ റൂദർഫോർഡ് ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ കാര്യം. അപ്പൊ ന്യൂക്ലിയസിൽ എന്തുണ്ട്? പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടോൺ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ആറ്റത്തിന്റെ മെജോറിറ്റി ഓഫ് മാസും എവിടെ തന്നെയാണുള്ളത്? ഈ ഒരു ന്യൂക്ലിയസിലാണ് ഉള്ളത്. അപ്പൊ അതാണ് ഫസ്റ്റത്തെ ആ ഒരു പോസ്റ്റുലേറ്റ് ആയിട്ട് റൂദർഫോർഡ് തന്നത്. ഇനി രണ്ടാമത് റൂദർഫോർഡ് പറയുന്നത് ദ ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സർക്കുലർ പാത്ത്. അപ്പോൾ റൂദർഫോർഡിന് അറിയാം പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അത്രയും നമ്പർ ഓഫ് തന്നെ നെഗറ്റീവ് ചാർജും ഉണ്ടാവും. അപ്പോൾ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷീസിന് ഇലക്ട്രോൺസ് എന്ന പേരാണ് ആര് കൊടുത്തത്? നമ്മുടെ ജെ തോംസൺ കൊടുത്തത് അല്ലേ? അപ്പോൾ ആ ഒരു ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. അപ്പോൾ ഇലക്ട്രോൺസ് എവിടെയാണെന്ന് അറിയണമല്ലോ. അപ്പോൾ റൂദർഫോർഡ് പറഞ്ഞു ഇലക്ട്രോൺസ് എന്താണ്? ഈ ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഒരു സർക്കുലർ പാത്തിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുവാണ് ന്യൂക്ലിയസിന് ചുറ്റും. എങ്ങനെയാ? നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും പോകുന്നത് പോലെ തന്നെയാണ് എന്ത് ഇലക്ട്രോൺസ് നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്ത്. ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്ത്സ്. ഇനി മൂന്നാമത്തത് ദ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഇസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ദി ആറ്റം. ഒരു ആറ്റത്തിന്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഒരു ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. നിങ്ങൾ കണ്ടോ? ഇതാണല്ലേ ഒരു ആറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ആറ്റത്തിൽ ഇത്ര പോർഷൻ മാത്രമേ എന്തുള്ളൂ? നമ്മുടെ ന്യൂക്ലിയസ് ഉള്ളൂ. സോ വളരെ ചെറിയൊരു പോർഷനിൽ മാത്രമേ ന്യൂക്ലിയസ് ഉള്ളൂ. നിങ്ങളൊരു വലിയൊരു ഗ്രൗണ്ട്, ഒരു പ്ലേ ഗ്രൗണ്ട് ചിന്തിക്കുക. എന്നിട്ട് ആ പ്ലേ ഗ്രൗണ്ടിന്റെ സെന്ററിൽ ഒരു ഫുട്ബോൾ കൊണ്ടുപോയി വെച്ച് എങ്ങനെ ഉണ്ടാകും? അതുപോലെയാണ് നമ്മുടെ ഒരു ആറ്റം എന്ന് പറയുന്നത്. അത്രയും വലിയൊരു ആറ്റത്തിന്റെ ഉള്ളിൽ വളരെ ചെറുതാണ് എന്ത്? നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റൂദർഫോർഡ് എന്ത് ചെയ്തത്? സജസ്റ്റ് ചെയ്തത്. അപ്പോൾ വളരെ ഈസിയാണ് ഇത്. നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി തന്നെ പഠിക്കണം. അപ്പോൾ റൂദർഫോർഡ്സ് മോഡലിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ എന്തിലേക്ക് വന്നത്? ബോർസ് മോഡലിലേക്ക് വന്നത് അല്ലേ? അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ലിമിറ്റേഷൻസ് പഠിച്ചതിന് ശേഷം വേണം ബോർസ് മോഡൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? തോംസൺസ് മോഡൽ എന്താണെന്നും അതുപോലെ തന്നെ റൂദർഫോർഡ്സ് മോഡൽ എന്താണെന്നും ആ ഒരു ജേർണിയാണല്ലേ നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഈ ഒരു സ്ട്രക്ചറിലേക്ക് എത്തി. പക്ഷെ ഒരിക്കലും ചിന്തിക്കരുത് ദിസ് ഇസ് ദ പെർഫെക്റ്റ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇത് കഴിഞ്ഞ് വേറെ ഡെവലപ്മെന്റ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് പഠിക്കാനും ഉണ്ട്. ഓക്കെ, അപ്പോൾ മക്കളെ നിങ്ങൾ ഒരു കാര്യം കൂടെ മിസ്സിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എജുപോർട്ടിൻ്റെ പുതിയ ബാച്ച് ഓഗസ്റ്റ് 17 എന്ത് ചെയ്യാണ്? സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ലേ? 95+ CBSE പവർ ബാച്ച് ആണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കുമല്ലോ, ടെക്സ്റ്റ് ബുക്ക് മാറിയതുകൊണ്ട് തന്നെ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മൾ നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരും? എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സസ് തരും. അതായത് റെക്കോർഡഡ് സെഷൻസ് മാത്രമല്ല, ലൈവ് സെഷൻസും ഉണ്ടാകും. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ലൈവ് സെഷൻസും അവൈലബിൾ ആണ്. സോ ഈ ഒരു കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമായിരിക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാകുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് മെൻറ്റർഷിപ്പ് ഉണ്ടാകും, സബ്ജക്റ്റ് വൈസ് ക്ലബ് ഉണ്ടാകും, പിന്നെ കോംപ്രഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ലൈവ് സെഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇത് മാത്രമല്ല, ഇൻ അഡീഷൻ ടു ദിസ് 10+ മോർ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അൺലോക്ക് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസ് ആണ്. എന്ത്? 8,999 അല്ലേ? ഇത് നിങ്ങൾ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ഈ ഒരു ബാച്ചിലേക്ക് ഓഗസ്റ്റ് 17 സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിലേക്ക് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 500 സ്റ്റുഡൻസിന് ഈ ഒരു പ്രൈസിൽ എന്ത് കിട്ടും? ഈ ഒരു കോഴ്സ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഒട്ടും ലേറ്റ് ആക്കേണ്ട, ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ ഈ ഒരു കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എന്തുണ്ട്? ലിങ്ക് ഉണ്ട്. അതിൽ നിങ്ങൾ കയറിയിട്ടൊന്ന് രജിസ്റ്റർ ചെയ്ത് കൂടുതലായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ ഒരു ടെലഗ്രാം ചാനലുണ്ട്.
അപ്പോൾ അതിൽ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യും. ഇപ്പം മിസ്സെടുത്ത ഈ ഒരു ക്ലാസ്സിൻ്റെ PDF നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് നോട്ട്സും കാര്യങ്ങളും അതുപോലെ തന്നെ ക്ലാസ് 9 CBSE റിലേറ്റഡ് ആയിട്ടുള്ള മറ്റെന്ത് അപ്ഡേഷൻസ് ഉണ്ടെങ്കിലും ഒക്കെ ആ ഒരു ചാനലിൽ നമ്മൾ കൃത്യമായ ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിലുള്ള ആ ഒരു ചാനലിൽ കയറിയിട്ടൊന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്തും കൊടുക്കുക.